ഉണ്ടല്ലോ ഒരു ഞായറാഴ്ച കേട്ടോ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുന്ന എന്നെ വിളിച്ച് നമുക്കൊരു 5 കിലോമീറ്റർ നടക്കാൻ പോവാന്നും പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോവാ കേട്ടോ ഡയറിസ്. അത് രാവിലെ എഴുന്നേറ്റിട്ടുള്ള നടക്കാൻ പോലൊന്നുമല്ല കേട്ടോ. ഇപ്പൊ സമയം 9 മണി കഴിഞ്ഞു. പോകുന്ന വഴിക്കാണെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളിൽ വാഗമരം പൂത്ത് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഞാനാണെങ്കിൽ ഇപ്പൊ കുറച്ച് നാളായിട്ട് ജിമ്മിൽ പോകുന്നുണ്ട്. ഇന്ന് ഞായറാഴ്ചയല്ലേ, ഇന്ന് റെസ്റ്റ് എടുക്കാന്നും പറഞ്ഞ് മടി പിടിച്ചിരിക്കുമായിരുന്നു. അപ്പോഴാട്ടോ നടക്കാൻ പോവാന്നും പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് സ്നേഹത്തോടെ ഇറങ്ങിയതാട്ടോ. പകുതി വഴിയെത്തിയപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ അടിച്ചു പിരിഞ്ഞു. ഞാനാണെങ്കിൽ നല്ല മസാല ദോശ കഴിക്കാൻ വേണ്ടിയിട്ടാട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. കുറച്ചു ദൂരം നടന്ന് അതിനുശേഷം മസാല ദോശയൊക്കെ കഴിച്ച് നല്ല അടിപൊളിയായിട്ട് തിരിച്ച് വീട്ടിൽ പോകാന്ന് പറഞ്ഞ് വന്ന ഞാനാട്ടോ. ഞാൻ പറഞ്ഞ വഴി ഡാരിസിനും, ഡാരിസ് പറഞ്ഞ വഴി എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ തെറ്റിയത്. നിനക്ക് ഞാൻ പറഞ്ഞ വഴി വന്ന എന്തായിരുന്നു? നീ അല്ലേ പറഞ്ഞ ആദ്യം അതിലേ പോവാന്ന്. പിന്നെ നീ ഇങ്ങോട്ടേക്ക് വെട്ടി കൊണ്ടുപോലെ വന്നതോ? ആര് വിളിച്ചു? ഇനി നിന്റെ കൂടെ ഒരു പരിപാടിക്കായി അടക്കിടാനും കൂട്ടിടാനും അധികം സമയമൊന്നും വേണ്ടാത്തതുകൊണ്ട് ഞങ്ങളുടെ പിണക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണേ. ഉടുപ്പി പോവാ. പോകുന്ന വഴിക്ക് ഉടുപ്പി റെസ്റ്റോറൻറ്റ് കണ്ടു. ഞങ്ങൾ അങ്ങോട്ടേക്കാട്ടോ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. എനിക്കാണെങ്കിൽ നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആദ്യം തന്നെ നല്ല മധുരമായിട്ടൊരു ചായ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചേട്ടൻ ഇഡ്ഡലി ആട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് മസാല ദോശ ആട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കഴിക്കാൻ വേണ്ടിയിട്ട്. സാമ്പാറിന് അത്യാവശ്യം നല്ല എരിവുണ്ടായിരുന്നു. നല്ല വിശപ്പുള്ളതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മസാല ദോശ കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാനാണെങ്കിൽ ഈ ദോശ കഴിക്കാൻ വേണ്ടിയിട്ടാട്ടോ നടക്കാൻ വന്നത് തന്നെ. ഇത്ര നേരം വിശന്നിട്ട് നടക്കാൻ വയ്യായിരുന്നു. ഇപ്പൊ തിന്നിട്ട് വയറ് അറിഞ്ഞിട്ട് നടക്കാൻ വയ്യ. ഇനി എത്രയും പെട്ടെന്ന് എനിക്ക് വീട്ടിൽ പോകണം. ഉറങ്ങണം. പൂ പൊട്ടിച്ച അവിടുത്തെ ആൾക്കാരെ അടിക്കുക. ഞായറാഴ്ച ആയതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് നടക്കാൻ പോയിട്ട് കുറച്ച് സമയം എടുത്താട്ടോ ഞങ്ങൾ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. വരുന്ന വഴിക്ക് മീനും വാങ്ങിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. 4.7 കിലോമീറ്റർ നടന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. തിരിച്ച് വീട്ടിൽ വന്ന് ഇനി ഉച്ചത്തേക്ക് എന്ത് എന്നുള്ള ആലോചനയിലാണ്. നമുക്കപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.